വേറൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇനി ആ ഇലയിലൊക്കെ വണ്ടിയായിട്ട് പൂട്ട് വന്നിട്ട് വണ്ടി ഇവിടെ കയറ്റി വെച്ചാണ് ഗൈസ്. വണ്ടിയുടെ ബാറ്ററി പിന്നെ താക്കോൽ ഓഫാക്കാൻ ഞാൻ മറന്നു. എന്നിട്ട് അത് കയറി പോയിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോൾ താക്കോൽ ഓണായിട്ട് തന്നെ കിടക്കുന്നു. ബാറ്ററി ഡൗണായി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഒരു കമ്പനിക്കാരനെ വിളിച്ചിട്ടുണ്ട് വണ്ടിയായിട്ട് വരെ. ഇനി നമ്മളിത് ബാറ്ററി കൂരി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാറ്ററി കൊണ്ട് ചാർജ് ചെയ്യണം. നമ്മുടെ ബാറ്ററി ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. കൊണ്ട് ചാർജ് ചെയ്യണം. എന്നിട്ട് നോക്കണം എന്നാ ചാർജ്. ഞാൻ താക്കോൽ ഓണാക്കി വെച്ചിട്ട് അകത്ത് കയറിപ്പോയി, വീട്ടിൽ കയറിപ്പോയി. ഇതാണ് ഗൈസ് വീട്. വീട്ടിൽ കയറിപ്പോയി. പിന്നെ ഇപ്പം ഞാൻ പുറത്ത് പോകുന്നേരം വണ്ടി എടുക്കുന്ന നേരം താക്കോൽ ഓണായിട്ട് എത്തി തന്നെ ഇരിക്കും. എന്തൊക്കെ ചെയ്യാനാണ്. പോസ്റ്റ് യൂട്ടാനെ വിളിച്ചിട്ടുണ്ട്, വരും. അതിലേക്കാണ് വണ്ടിയായിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ പോകണം. ബാറ്ററി ഇവിടെ ഇരിപ്പുണ്ട്. ഈ ബാറ്ററി എടുത്തിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് ബാറ്ററി ചാർജ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററി എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ ചെയ്യാനാ ഗൈസ്, ഞാൻ വന്നത് വണ്ടി ഓണാക്കിയിട്ടിട്ട് അതുപോലെ തന്നെ വീട്ടിൽ കയറി പോയി. പുറത്ത് പോയിട്ട് വന്ന് പിന്നെ വന്ന് വണ്ടി നോക്കുന്നത് താക്കോൽ ഓണായിട്ടാണ്. ബാറ്ററി ഫുള്ള് ഇറങ്ങിപ്പോയി. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് പോവുക. ഇത് അമ്മയുടെ വണ്ടിയാണ്. നമ്മുടെ ഒരു കമ്പനിക്കാരൻ അമ്മയുടെ കട വന്ന് നമ്മുടെ വണ്ടിയായിട്ട് എടുത്തുകൊണ്ട് നിൽക്കുക. നമ്മൾ പോവുകയാണ് ഗൈസ്. ബാക്കിയുള്ള വിവരം കാണിക്കാം. ബാറ്ററി കട എത്തിയേക്കുവാണ്. ബാറ്ററി എടുക്കണ ഇതാണ് ബാറ്ററി ചേട്ടൻ അവിടെ നിൽപ്പുണ്ടോ ഓട്ടോയ്ക്കകത്താ. നമ്മൾ ബാറ്ററി അകത്ത് കയറ്റി വെക്കാൻ പോവാം. അകത്ത് കയറ്റി വെച്ചിട്ട് ബുള്ളറ്റിൻ്റെ ബാറ്ററി ഉണ്ടോ ഗൈസ്, നല്ല കനമുണ്ട്. ഇത് എത്ര വാട്ടിൻ്റെ ബാറ്ററി അകത്ത് വെച്ചിട്ട് നമുക്ക് വൈകിട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ തന്നാൽ മതിയായിരുന്നു. ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ബാറ്ററി കട. ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നാൽ അന്നേരത്തേക്ക് ബാറ്ററി ചാർജ് ചെയ്യും. ഇവനെന്താ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? അടുത്തൊരു കൂട്ടാൻ ജെറിൻ്റെ അങ്ങോട്ട് പോകും. ഓക്കെ ആയി. ഇനി നമ്മൾ അടുത്തൊരു കമ്പനിക്കാരൻ്റെ അടുത്ത് പോവാം. നമ്മൾ ജെറിൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ അടുത്തൊരു കമ്പനിക്കാരൻ്റെ വീട്ടിൽ പോവാം. അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ വീണ്ടും ഇവിടെ എത്തിയേക്കുവാണ്. ഇതാരാന്നറിയാം ഗൈസ്, ജെറിൻ്റെ അനിയനാണ്. നമ്മൾ ജെറിൻ്റെ വീണ്ടും ഇവിടെ എത്തിയേക്കുവാണ്. ഇവനിവിടെ എങ്ങാണ്ട് നിപ്പുണ്ടായിരുന്നു. അതാണ് ഗൈസ് ജെറിൻ. ആളിച്ചി ഷൈ ആണ്. നമുക്കൊരു സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കിട്ടിയേക്കാണ്. ജിത്തു സബ്സ്ക്രൈബ് ചെയ്തോളാം. നമുക്കൊരു സബ്സ്ക്രൈബ് കാര്യം പറഞ്ഞു കട്ട് ചെയ്യാം ഗൈസ്. എന്തോ പറയണമെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയേക്കാണ്. എന്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് കൺഗ്രാറ്റ്സ്. കിട്ടി ഗൈസ് സബ്സ്ക്രൈബേഴ്സിനെ. നീ സബ്സ്ക്രൈബ് ചെയ്തു എടുത്ത് ചെയ് ഇപ്പൊ തന്നെ ചെയ്. ഇവനാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇവനാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ എടുത്ത് തന്നത്. ആദ്യം തന്നെ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. ഇവനാ ആ വീഡിയോ എടുത്ത. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇവനായിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറഞ്ഞേച്ചാൽ മതി. എങ്ങനെയുണ്ട് നമ്മുടെ വ്ളോഗ്? ഫസ്റ്റ് വ്ളോഗ് കണ്ടിട്ട് എങ്ങനെയുണ്ട്? അത്രേ ഉള്ളൂ. ഗൈസ് ക്യാമറ അവന്റെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു സബ്സ്ക്രൈബിനെ കിട്ടാൻ പോവാണ്. ലിങ്ക് സാധനം വരുന്നില്ല. ലിങ്ക് കേൾക്കണ്ട, നീ സെർച്ച്. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പോണ്. ഇതാണ് ഗൈസ് നമ്മൾ സബ്സ്ക്രൈബ്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഇവനെന്തോ പറയുന്നുണ്ട് ഗൈസ്. ആശുവിന്റെ വീഡിയോ പോണോ ഗൈസ്? വേണ്ടതാണ് അവര് പറയുന്നത്. ഇന്ന് പോകണ്ടെന്നാണ് ഗൈസ്. മഴയ്ക്കുള്ളൊരു മഴ. ഇതാണ് ഗൈസ് പോൾ വോക്കറിന്റെ കാർ. ആരേ പോൾ വോക്കർ? ഇതില് നീയല്ല. നീയാണോ അതോ നീയാണോ സുധിയാണോ? ഗൈസ് എന്നെല്ലാം ഞാൻ വരാം. ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. ചെറിയൊരു ഷൂട്ടിങ്, അത്രേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴി കണ്ടോ ഗൈസ്? അഡ്വഞ്ചറിങ് ആണോന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. അഡ്വഞ്ചറിങ് എന്താ, നമ്മൾ ഇലക്ട്രിക് വണ്ടിയിലാണ്. അല്ല ഗൈസ് വണ്ടി ഒന്ന് പെട്ടെന്നൊന്ന് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ അടുത്ത് ഒരു പയ്യൻ അതിൽ പോകുന്നുണ്ട്. പിടിച്ചോ. കുഞ്ഞിനെ കിട്ടിയേക്കാണ്. നമ്മളെ ഇവിടെ ഉള്ളതാണ്. അവന് വേറെന്നായിരുന്നു? സയൻ. ഏത് സ്കൂളിൽ പഠിക്കുന്നു? ചാലുകുന്നിലേക്ക്. ഒരു ഹായ് കൊടുത്തേര്. ഹായ്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ നമ്മുടെ ചാനൽ പോയി? വീട് അവിടെ ആണോ? അവിടെ അടുത്താണ്. നമ്മളിവിടെ വഴി വെച്ച് കണ്ടതാണ്. നമ്മളെ കൂട്ടുകാർ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളവിടെ അപ്പുറം മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തില്ലേ? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ചേട്ടൻ്റെ ചാനലിൽ. പിന്നെ അല്ല. ഓക്കെ ബൈ.
ഗൈസ് നമ്മുടെ ചാനലിന്റെ പേര് അവൻ എഴുതി തരണമെന്ന് പറഞ്ഞു. ബ്രോ വ്ളോഗ്, ഇതാണ് നമ്മുടെ ചാനൽ വരും. അടിക്കുമ്പോൾ ആദ്യം തന്നെ വരും ഞാൻ ഇട്ട വീഡിയോ. മനസ്സിലായോ? ഈ വീഡിയോ എന്നാലും വരും. ഇതിനകത്ത് ഈ എടുക്കുന്നതെല്ലാം വന്നിരിക്കും. നീ അതിനകത്ത് കാണും. ഇതിനകത്ത് കേട്ടോ. കണ്ട പയ്യനില്ല, അവൻ വേറെ സാധനമായിട്ട് വന്നിട്ടുണ്ട്. അവൻ്റെ സൈക്കിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവൻ യൂണിഫോമൊക്കെ മാറി കളറൊക്കെ ഇട്ടുണ്ട്. എന്നാടാ എൻ്റെ ബാക്കിൽ ലൈറ്റോ കത്തുവോ? കത്തിച്ച് ഗൈസ് അവൻ ലൈറ്റൊക്കെ വെച്ചേക്കുന്നു സൈക്കിള്. ലൈറ്റൊക്കെ കത്തിയോ? അതെ ഗൈസ്, ഇതേ ലൈറ്റൊക്കെ കത്തുന്നു. ബ്രേക്ക് ലൈറ്റ് ആണോ അതോ ചുമ്മാ? അതെ ഇവിടെ ബാറ്ററി ഒക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇതേ ഫുൾ സെറ്റാണ്. ഇതേ ഫ്രണ്ടിൽ എന്ത് ലൈറ്റ്? ഓ വൈറ്റ് ആണോ? ആ അതെ ഗൈസ്, ഈ ലൈറ്റ് കത്തുന്നുണ്ട്. ചെറുക്കം വിഷയമാണല്ലോ. ഇതെന്റെ ബ്ലോഗാ. നിനക്ക് എന്നെ ഇതിനകത്ത് പറയാനുള്ളേ. നമ്മൾ അജയനെ കണ്ടേക്കുവാണ്. അജയ്ക്ക് എന്നെ ഇതിനകത്തൂടെ പറയാനുള്ളേ. സൈഡ് എടുത്ത് പോവാ ഗൈസ്. പറയാം. ഇപ്പോൾ ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ബാറ്ററി എടുക്കാൻ പോകാം. ഇപ്പോൾ നമ്മൾ ജെറിൻ്റെ വീടിൻ്റെ ഇവിടെയാണ്. ജെറിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. നമ്മളിനി എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ഇവനെ കൊണ്ട് ചാടിക്കണം. ഇവനെ കൊണ്ട് ചാടിച്ചിട്ട് കുളിച്ചിട്ട് ആയിട്ട് പിന്നെ ബാറ്ററി എടുക്കാൻ പോകും. ബാക്കി അന്നേരം ഞാൻ കാണിക്കാം. ഓക്കെ, ബാറ്ററി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക. വൈകുന്നേരം കൊണ്ട് കൊടുത്തില്ലേ, വേറൊരു കമ്മിക്കാരെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് എങ്ങനെ ക്വാളിറ്റി ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ബാറ്ററി എടുത്തിട്ട് വരാം. എന്തായാലും ചേട്ടൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ നമ്പറിൽ വിളിക്കാനാണ് പറഞ്ഞത്. ബായ് ഇവിടെ നിൽക്കുന്ന ഒരു ബായ് പറഞ്ഞ നമ്മുടെ ബാറ്ററി ചാർജ് ആയി നിന്ന് സ്പാർക്കൊക്കെ വരുന്നുണ്ടല്ലേ. ബാറ്ററി എടുത്തിട്ടുണ്ട്. ബാറ്ററിയാണ് ഇവിടെ ഇരിക്കുന്നത്. ബാറ്ററി ആയിട്ട് വീട്ടിൽ പോവാ. എന്നിട്ട് നമുക്ക് ബൈക്ക് അത് സെറ്റ് ചെയ്യണം. എന്നിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കണം. എന്നിട്ട് ഈ വണ്ടി കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കണം. ഇതാണ് പരിപാടി. ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഫുൾ ചാർജ് ആയി ഫുള്ള് പാറ കാച്ചി കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മൾ വണ്ടിയുടെ ബാറ്ററി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബാറ്ററി ഫിറ്റ് ചെയ്ത് അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് താക്കോലൊന്ന് തിരിച്ച് നോക്കാം, സെറ്റായോ ഇല്ലയോ. താക്കോല് ഒക്കെ വണ്ടിയല്ല കൊണ്ടുവരും. എന്നിട്ട് സ്റ്റാർട്ടാക്കി വണ്ടി സ്റ്റാർട്ടായി ഗായ്സ്. നല്ല കിട്ടിയില്ല പോസ്റ്റായിരുന്നു. ഇത്രേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഇഷ്ടം, അത് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ഇടുന്നു. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ലൈഫിൽ എന്തൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നടക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് വീഡിയോ ആക്കി ഒരു ഡോക്യുമെൻ്റ് പോലെ നമ്മൾ യൂട്യൂബിൽ ചെയ്യും. നല്ല സുഖിയെ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഉള്ളപ്പോണ്ട്. അവൻ എന്തോ ഡിപ്രഷനിലാണ്. അവൻ ഡിപ്രഷൻ സ്റ്റേജിലാണ്. അവനൊരു കൊച്ചിന് ഇഷ്ടമാണ്. ആ കൊച്ചിന് അവന് ഇഷ്ടമല്ല. അവൻ പക്ഷേ അവളെ ഇഷ്ടപ്പെടുന്ന ആത്മാർത്ഥമായിട്ടല്ല. അവൻ പൈസയ്ക്ക് വേണ്ടി അവളെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഗൈസ്, നോട്ട് ഇറ്റ്. ഒരു ദിവസം ഈ വ്ളോഗ് ആ കൊച്ച് കാണും. അന്ന് കാണാൻ കൊച്ചിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒന്നും ഡീറ്റെയിലൊന്നും പറയുന്നില്ല. അവൻ അതിൻ്റെ നിരാശയിലാണ്. നല്ലോണം നിൽപ്പുണ്ട്, തേണ്ട നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബാറ്ററി ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഫുൾ ബാറ്ററി ചെയ്തേ ലൈറ്റൊക്കെ കത്തി കിടപ്പുണ്ട് മൊത്തം. ഇനിയിപ്പോൾ നാളെ വേറൊരു വ്ളോഗുണ്ട്, അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്. ഈ വ്ളോഗിനെ എഡിറ്റ് ചെയ്തിട്ട് ഇടി ഞാൻ എല്ലാവരും കാണണം. കൂടുതലൊന്നും എടുത്ത് ഞാൻ വെറുപ്പിക്കുന്നില്ല. എൻ്റെ ചെറിയ കാര്യങ്ങൾ അങ്ങനെ വീഡിയോ ആക്കുന്നു. അപ്പോൾ ഇന്ന് ഒത്തിരി എന്തൊക്കെ എടുത്തിട്ടുണ്ട്. എത്ര മിനിറ്റൊക്കെ കാണുമെന്ന് നിങ്ങൾ കാണുന്ന പോലെ ലൈക്ക് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും ഞാൻ പറയുന്നില്ല. അല്ലേ സുധിയെ? അതൊക്കെ നമ്മളാരെയും നിർബന്ധിച്ച് ചെയ്യിക്കണ്ട. അതൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ പിന്നെയും വരുന്നതാണ് ഗായ്സ്. അപ്പോൾ ഓക്കെ, ബൈ.